സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് കണ്ണൂർ എന്നാൽ CPM-ന്റെ ഉരുക്കുകോട്ട എന്നാണ്. അവിടെ ഇലക്ട്രിക് പോസ്റ്റിൽ പിടിച്ചാൽ പോലും ഷോക്ക് അടിക്കില്ല. പക്ഷേ പാർട്ടിക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയാൽ അണികൾ വട്ടം കൂടുമെന്നായിരുന്നു ഇതുവരെയുള്ള സംസാരം. എന്നാൽ ഇപ്പോൾ കഥയാകെ മാറിയിരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പാർട്ടിയെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്ന ഗോവിന്ദൻ മാഷിന്റെയും സ്വന്തം തട്ടകങ്ങളിൽ നിന്ന് ഇപ്പോൾ പുകയുയരുകയാണ്. ഇത്തവണ പണി വരുന്നത് പുറത്തുനിന്നല്ല, അരനൂറ്റാണ്ടുകാലം പാർട്ടിയെ ചുമലിലേറ്റിയ സ്വന്തം നേതാക്കളിൽ നിന്ന് തന്നെയാണ്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPM അണികൾ ഇപ്പോൾ കൺഫ്യൂഷനിലാണ്. മുദ്രാവാക്യം വിളിക്കണോ അതോ സ്വന്തം നേതാക്കൾ നടത്തുന്ന ഈ തിരുത്തൽ വിപ്ലവത്തിൽ ചേരണോ എന്ന്. അഴിമതിയും കുടുംബവാഴ്ചയും പറഞ്ഞ് സ്വന്തം രക്തത്തിൽ പിറന്നവർ തന്നെ തിരിയുമ്പോൾ അത് പിണറായി വിജയന്റെ രാഷ്ട്രീയത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരമാണ്. എന്താണ് ഈ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ശരിക്കും സംഭവിക്കുന്നത്? നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് പയ്യന്നൂരിലെ വിശേഷം നോക്കാം. അവിടെ കുഞ്ഞികൃഷ്ണൻ എന്ന പഴയ സഖാവാണ് ഇപ്പോൾ നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തുന്നത്. 40 വർഷത്തിലേറെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിൽ ഇരുന്ന് പയറ്റിയ പടക്കുതിര. ഇദ്ദേഹം ഇപ്പോൾ വോട്ട് ചോദിക്കാൻ പോകുന്നത് വെറും കൈയോടെയല്ല, മറിച്ച് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നൊരു പുസ്തകവുമായാണ്. പുസ്തകം വിറ്റ് ഇലക്ഷൻ ഫണ്ട് ഉണ്ടാക്കുന്ന ഈ ഐഡിയ പിണറായിക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല. ഈ പുസ്തകത്തിൽ അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നത് പാർട്ടിക്കുള്ളിലെ ഞെട്ടിക്കുന്ന അഴിമതി കഥകളാണ്. രക്തസാക്ഷി ഫണ്ട്, കെട്ടിട ഫണ്ട്, ചുരുക്കത്തിൽ കണ്ട സകല ഫണ്ടുകളിൽ നിന്നും നേതാക്കൾ ഏകദേശം 1 കോടി രൂപ മുക്കിയെന്നാണ് കുഞ്ഞികൃഷ്ണൻ തെളിവ് സഹിതം പറയുന്നത്. പാവപ്പെട്ട അണികൾ തങ്ങളുടെ വിയർപ്പ് തുള്ളി നൽകിയുണ്ടാക്കിയ പണം നേതാക്കൾ അടിച്ചു മാറ്റുന്നത് ചോദിച്ചപ്പോൾ പുള്ളിയെ പാർട്ടി പുറത്താക്കി. ഇതാണ് ഇപ്പോഴത്തെ പാർട്ടി രീതി. അഴിമതി കാണിച്ചവരെ സംരക്ഷിക്കുക, കണക്ക് ചോദിച്ചവനെ വെട്ടിനിരത്തുക. ഇതിലും വലിയൊരു പരിഹാസം പിണറായിക്ക് വേറെ കിട്ടാനുണ്ടോ? അണികൾക്കിടയിൽ ഈ പുസ്തകം ഒരു ചൂടപ്പം പോലെയാണ് വിറ്റുപോകുന്നത്. അഴിമതിക്ക് കുടപിടിക്കുന്ന നേതൃത്വത്തെ അണികൾ തന്നെ വോട്ടിലൂടെ തിരുത്തുമെന്ന ഭീതിയിലാണ് പയ്യന്നൂരിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ. ഇനി നമുക്ക് തളിപ്പറമ്പിലെ അവസ്ഥ നോക്കാം. ഇവിടെ കഥ കുറച്ചുകൂടി ഗൗരവമുള്ളതും അതേസമയം തന്നെ പരിഹാസ്യവുമാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിന് ഭാര്യ PK ശ്യാമളയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. ഉടനെ വന്നു അടുത്തത് പാർട്ടിയിൽ കുടുംബവാഴ്ചയോ എന്ന്. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TK ഗോവിന്ദൻ തന്നെ രംഗത്തിറങ്ങി. അരനൂറ്റാണ്ടുകാലം പാർട്ടിയെ നയിച്ച ഇദ്ദേഹം ഇപ്പോൾ UDF പിന്തുണയോടെ സ്വതന്ത്രനായി നിൽക്കുമ്പോൾ നേതൃത്വത്തിന്റെ ചങ്കിടിപ്പ് കൂടുകയാണ്. PK ശ്യാമളയ്ക്കെതിരെ ആന്തൂരിലെ പ്രവാസി വ്യവസായി സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നേരത്തെ തന്നെയുണ്ട്. അവരുടെ സ്വന്തം നാടായ മൊറായയിൽ പോലും വോട്ട് ചോദിക്കാൻ പാർട്ടി പ്രവർത്തകർ മടിക്കുന്നു എന്നതാണ് സത്യം. മാഷും ഭാര്യയും കൂടി ഭരിച്ചോളൂ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ടെന്നാണ് അണികളുടെ ഇപ്പോഴത്തെ ഒരു ലൈൻ. കുടുംബവാഴ്ചയ്ക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന ഗോവിന്ദൻ മാഷിന് സ്വന്തം വീട്ടിലെ ഈ വിമത നീക്കം വലിയൊരു നാണക്കേടായി മാറിയിരിക്കുകയാണ്. ഈ 2 മണ്ഡലങ്ങളിലും CPM-നെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത് അണികളുടെ നിശബ്ദതയാണ്. പുറമെ നോക്കിയാൽ എല്ലാം ശാന്തമാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ വലിയൊരു അഗ്നിപർവ്വതം പുകയുന്നുണ്ട്. സാധാരണ തിരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂരിൽ വലിയ ആവേശമായിരിക്കും. എന്നാൽ ഇത്തവണ പല പാർട്ടി ഗ്രാമങ്ങളിലും വല്ലാത്തൊരു നിശബ്ദതയാണ്. വിമതരായ നേതാക്കൾക്ക് മണ്ഡലത്തിലെ ഓരോ കുടുംബത്തെയും നേരിട്ടറിയാം. അവർ രാത്രികാലങ്ങളിൽ രഹസ്യമായി വീടുകൾ സന്ദർശിച്ചും ഫോണിൽ ബന്ധപ്പെട്ടും അണികളെ സ്വാധീനിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കിയാൽ പാർട്ടിയുടെ തകർച്ച വ്യക്തമാണ്. പയ്യന്നൂരിലെ ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവുണ്ടായി. തളിപ്പറമ്പിലാകട്ടെ UDF ആണ് മുന്നിലെത്തിയത്. ഈ സാഹചര്യത്തിലാണ് സ്വന്തം നേതാക്കൾ തന്നെ പിണറായിയെ വെല്ലുവിളിക്കുന്നത്. PK ശ്രീമതിയും ജയരാജന്മാരും ഒക്കെ അവിടെ തമ്പടിച്ച് അണികളെ സോപ്പിടാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും അത്ര ഫലം കാണുന്നില്ല. മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? LDF വരും, എല്ലാം ശരിയാകും. സംഗതി സത്യമാണ്. ഇപ്പോൾ എല്ലാം ശരിയായി വരുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ. നാട്ടുകാരെയല്ല, പാർട്ടിയെ ശരിയാക്കാൻ സ്വന്തം അണികൾ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അതും എവിടെയാണെന്നോ? CPM-ന്റെ സ്വന്തം ചെങ്കോട്ടയായ കണ്ണൂരിൽ. പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഇപ്പോൾ വോട്ട് ചോദിക്കാൻ വരുന്നത് കോൺഗ്രസുകാരോ BJP-ക്കാരോ ഒന്നുമല്ല. കഴിഞ്ഞ 40 വർഷം പാർട്ടിക്കായി മുദ്രാവാക്യം വിളിച്ച, വെയിൽ കൊണ്ട് തല്ലുവാങ്ങിയ സ്വന്തം നേതാക്കളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഗോവിന്ദ മാഷിന്റെയും മൂക്കിന് താഴെ ഇങ്ങനെയൊരു പണി കിട്ടുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. അഴിമതിയും കുടുംബവാഴ്ചയും കണ്ട് മടുത്ത് ആദ്യം പാർട്ടി ഒന്ന് ശരിയാക്കിയിട്ട് മതി നാട് നന്നാക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച ഈ വിമതർ നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. സംഗതി വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി എന്ന് പറയാതെ വയ്യ. നാട് മൊത്തം നന്നാക്കാൻ ഇറങ്ങി തിരിച്ച മുഖ്യമന്ത്രിക്ക് സ്വന്തം പാർട്ടിയിലെ പുകയൊന്നും മാറ്റാൻ നേരമില്ലാത്ത അവസ്ഥയാണിപ്പോൾ.
എല്ലാം ശരിയാകുമെന്ന് കേട്ട് കൈയടിച്ച അണികൾ ഇന്ന് തിരിച്ചു ചോദിക്കുന്നത് ആദ്യം ഈ പാർട്ടി ഒന്ന് ശരിയാക്കിയിട്ട് പോരെ ബാക്കിയുള്ള കാര്യമെന്നാണ്. ഈ പയ്യന്നൂരിലും തളിപ്പറമ്പിലും നാം കാണുന്നത് വെറും ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടമല്ല, മറിച്ച് അണികളുടെ ക്ഷമ കെട്ടതിന്റെ പ്രതിഫലനമാണ്. പതിറ്റാണ്ടുകളോളം പ്രസ്ഥാനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ചവർ പോലും ഇന്ന് പടിയിറങ്ങി പോകുന്നുണ്ടെങ്കിൽ അത് ആ നേതാക്കളുടെ അഹങ്കാരത്തിനും ഏകാധിപത്യത്തിനും കിട്ടുന്ന കൃത്യമായ തിരിച്ചടി തന്നെയാണ്. പാവപ്പെട്ട അണികൾ വെയിലത്തും മഴയും കൊണ്ടുണ്ടാക്കിയ രക്തസാക്ഷി ഫണ്ടിൽ പോലും കണ്ണുവെക്കുന്ന നേതാക്കളെ കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം. മുഖ്യമന്ത്രിയും പാർട്ടിയും ഒന്ന് മനസ്സിലാക്കിയാൽ നന്ന്. ഈ അണികളൊക്കെയും നിങ്ങളെ വിട്ടുപോകുന്നത് അച്ചടക്കമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ഈ കാണുന്ന അമിതമായ അഹങ്കാരവും ധിക്കാരവും സഹിക്കവയ്യാനിട്ടാണ്. അണികളില്ലാത്ത നേതാക്കൾ വെറും പൂജ്യമാണെന്ന് ഓർക്കുന്നത് നല്ലതാണ്. അധികാരം തലയ്ക്ക് പിടിച്ചവർക്ക് വോട്ട് പെട്ടി തുറക്കുമ്പോൾ കിട്ടുന്ന ആ ഷോക്ക് ചിലപ്പോൾ ചെങ്കോട്ടയുടെ ചരിത്രം തന്നെ മാറ്റിയേക്കാം. വിപ്ലവം എന്നത് വെറും മുദ്രാവാക്യമല്ലെന്ന് ഈ സാധാരണക്കാരായ സഹാക്കൾ കാണിച്ചു തരുന്നുണ്ട്. സംഗതി വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. വിപ്ലവം എന്നത് വെറും മുദ്രാവാക്യമല്ലെന്ന് ഈ സാധാരണക്കാരായ സഹാക്കൾ കാണിച്ചു തരുന്നുണ്ട്. ഒടുവിൽ കാര്യങ്ങൾ ചെന്നെത്തുന്നത് ചെങ്കോട്ടയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ്. തങ്ങളെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നും എന്ത് കാണിച്ചാലും അണികൾ കണ്ണടച്ച് വോട്ട് ചെയ്യുമെന്ന് കരുതിയിരുന്ന ഒരു നേതൃത്വത്തിന് കാലം കരുതി വെച്ച മറുപടിയാണിത്. സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ വിയർക്കുന്ന ഒരു മുഖ്യമന്ത്രിയെയും ഭരണകൂടത്തെയുമാണ് നിങ്ങൾ ഇന്ന് കാണുന്നത്. അച്ചടക്കം എന്ന വാക്കിന്റെ മറവിൽ അഴിമതിയെ ഒളിപ്പിച്ചു വെക്കാൻ നോക്കിയവർക്ക് പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ഈ ജനമുന്നേറ്റം വലിയൊരു പാഠമാണ്. ഈ രാഷ്ട്രീയ പോരാട്ടം കേവലം 2 മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് ഇതൊരു സംസ്കാരത്തിന്റെ മാറ്റമാണ്. നേതാക്കൾക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടി രക്തസാക്ഷികളെ സൃഷ്ടിക്കുകയും അവരുടെ പേരിൽ പിരിക്കുന്ന പണത്തിൽ കണ്ണുവെക്കുകയും ചെയ്യുന്ന ശൈലി ഇനി അങ്ങോട്ട് നടക്കില്ലെന്ന കൃത്യമായ മുന്നറിയിപ്പാണിത്. സ്വന്തം അണികൾ തന്നെ പാർട്ടിയുടെ വഴിവിട്ട പോക്കിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ അതിനെ വിമത നീക്കം എന്ന് വിളിച്ച് നിസാരവൽക്കരിക്കാൻ നോക്കുന്ന പിണറായി വിജയൻ കാണാതെ പോകുന്നത് സാധാരണക്കാരുടെ മനസ്സിലെ തീയാണ്. കണ്ണൂരിലെ ഈ ഓരോ വോട്ടും പിണറായി ഭരണകൂടത്തോടുള്ള ഒരു കുറ്റപത്രമായിരിക്കും. വിപ്ലവം എന്നത് മുദ്രാവാക്യങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ലെന്നും അത് അനീതിക്കെതിരെ സ്വന്തം വീടിനകത്തു നിന്നും തുടങ്ങേണ്ട ഒന്നാണെന്നും ഈ സഖാക്കൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിന്റെ അഹങ്കാരം കൊണ്ട് ആരെയും നിശബ്ദരാക്കാമെന്ന് കരുതുന്നവർക്ക് വോട്ട് പെട്ടി തുറക്കുന്ന ദിവസം ജനങ്ങളുടെ യഥാർത്ഥ കരുത്ത് തിരിച്ചറിയും. പാർട്ടിയെ വിറ്റും അണികളെ വഞ്ചിച്ചും കെട്ടിപ്പൊക്കിയ ഈ ചില്ലുകൊട്ടാരങ്ങൾ അധികകാലം നിലനിൽക്കില്ലെന്ന ഈ തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുമെന്ന് ഉറപ്പാണ്. ജനാധിപത്യത്തിൽ ആരും അജയരല്ലെന്നും ഓരോ അധികാര കസേരയും ജനങ്ങളുടെ ദാനമാണെന്നും ഓർക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.